ആഹാ അത്രയ്ക്ക് ഐഡി. അടുക്കരുത്, അടുത്ത കുത്തി കീറിഞ്ഞാൻ. ഇപ്പൊ ഞാൻ ചെയ്ത പോലെ അങ്ങ് ചെയ്യ. വല്ലാത്തൊരു ലോകമാ നമുക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്നത്. നീ സ്വപ്നം കാണുന്നതെല്ലാം നിന്റെ കൺമുന്നിൽ നടക്കും. ആഞ്ഞു വലിക്കടി, നടക്കുന്ന നിനക്ക് തന്നെ കാണാം. അങ്ങനല്ല, ഇങ്ങനെ. അവൻ എത്ര ഭംഗിയായിട്ടാ ചെയ്യുന്നേ നോക്കിയേ. അവനിപ്പൊ കാണുന്നൊരു സ്വർഗം ഉണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് നിനക്കും പോകാം. വലിക്കേ, വലിക്കടി. നീയോ നശിച്ചു, മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നോടാ. ആഹാ അത്രയ്ക്ക് ഐഡി. അടുക്കരുത്, അടുത്ത കുത്തി കീറിഞ്ഞാൻ. വീട്ടിൽ പറഞ്ഞിട്ടാണോ ഡി വന്നിരിക്കുന്നത്? നശിക്കാനായിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേടി? ഒന്നിനെ പിടിക്കണം. എവിടെ പോന്നു? അവിടെ നിക്ക് പ്രസാക്, എല്ലാത്തിനെയും പിടിച്ചു കേട്ട്. ഓരോ മുക്കും മൂലയും പരിശോധിക്കണം. ഇനി ഒരു കുട്ടികളും ഇതിന്റെ പേരിൽ സ്വയം ജീവൻ എടുക്കാനും അക്രമവാസന കാണിക്കാനും പാടില്ല. ഇത് ഓർഡറാണ്. മാഡം അവിടെ നിക്കടി. ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പോയാ മതി. നിങ്ങളുടെ കൂടെയുള്ള ദിലീപ് ഇപ്പൊ എവിടെയുണ്ട്? അത് പറയടി. പറയാനോ? പറഞ്ഞ പറയാം, എല്ലാം പറയാം. മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കറിയാം മോളുടെ ജീവിതം തകർത്തത് ഞാനാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കരുതൂ. മക്കളെ സ്നേഹിക്കാത്ത ഒരു അച്ഛനാണല്ലോ ഞാൻ. അവർക്ക് വേണ്ടി ഒരിക്കലും ജീവിക്കാത്ത ഒരാളാണല്ലോ. കുടുംബം നോക്കാത്ത തന്നിഷ്ടക്കാരൻ. സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത ഒരു മുരടൻ. അങ്ങനെയൊന്നും വിളിക്കണ്ട മോളെ. ആ വാക്കിന് ഒരുപാട് അർത്ഥമുള്ളതാ.
നീ ഇപ്പൊ അങ്ങനെ വിളിച്ചത് നിന്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടാ. നിന്റെ ഉള്ളില് ഞാൻ നിന്റെ ഭർത്താവിനെ കൊന്നവനാ. അങ്ങനെയാണ് നീ ധരിച്ചു വച്ചിരിക്കുന്നത്. അതിനി എന്തൊക്കെ പറഞ്ഞാലും മാറത്തുമില്ല. ശരിയല്ലേ? അച്ഛനല്ലെങ്കിൽ പിന്നെ അതാരാ അച്ഛൻ ചെയ്തത്? പ്രകാശിനെ അപകടപ്പെടുത്തിയത് നമ്മുടെ വാഹനമല്ലേ? അതിനെക്കുറിച്ച് അച്ഛനൊന്നും അറിയില്ലെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. മോളെ, ഇനിയും നീ അതെല്ലാം പറഞ്ഞ് എന്തിനാ അച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ദേ, അച്ഛന്റെ അവസ്ഥ നീ കണ്ടില്ലേ? ശരീരത്തിന് തളർച്ച സംഭവിച്ചതിനേക്കാൾ ഇപ്പൊ വേദനിപ്പിക്കുന്നത് നിന്റെ സങ്കടമാ. നിനക്കിങ്ങനെ വന്നതിൽ നിന്റെ ഈ അച്ഛന് സങ്കടമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ഈ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ അറിയാം. ഞാനിപ്പോ അതിന്റെ മകേട്ടന്റെ മുഖത്ത് കാണുന്നുണ്ട്. മോളെ, എന്തിന്റെ കാരണത്തിലായാലും ശരി, നിന്റെ അച്ഛനെ ഈ വിധത്തിലാക്കിയത് നീ തന്നെയാ. നിർമ്മലേ, എന്തിനാ അവളെ ഇനി ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൾക്ക് സംഭവിച്ച ദുരന്തത്തിന് നമ്മളും കാരണക്കാരാ. പ്രകാശിനെ ഒരു ശത്രുവിനെ പോലെ അല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. എന്റെ മകളുടെ ഭർത്താവായിട്ട് എനിക്ക് ഒരിക്കലും അവനെ കാണാനും കഴിഞ്ഞിട്ടില്ല. അത് എന്റെ തെറ്റ്. ആ വലിയൊരു തെറ്റ് ഞാൻ കാണിച്ചതുകൊണ്ടാ എന്റെ മകള് പോലും എനിക്ക് ശത്രുവായത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നീയും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ നിർമ്മലേ? അത് മഹേട്ട, ഞാൻ ചന്ദ്രൻ, അച്ഛന്റെ കാലി പിടിച്ച് മാപ്പ് പറ. ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിരുന്നെന്നും അതിനച്ഛൻ മാപ്പ് തരണമെന്നും മനസ്സ് തകർന്നു തന്നെ മാപ്പ് പറയണം. നമ്മളെല്ലാവരും അച്ഛനോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്, പൊറുക്കാനാവാത്ത ക്രൂരത.